നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വീഡിയോകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതോടൊപ്പം തന്നെ നിങ്ങളുടെ തർക്കങ്ങൾ എല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. വിഷയം മറ്റൊന്നുമല്ല, രമേശ് ചെന്നിത്തലയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം. രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ പ്രശ്നമാണ്. അതായത് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അദ്ദേഹം കടന്നു പോകുന്ന ഒരു മെൻ്റൽ ട്രോമ എന്നൊക്കെ ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അവിടെ കൊണ്ട് ഇറക്കുമതി ചെയ്തു. മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് കളം തൊട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. പിന്നീട് അദ്ദേഹത്തെ കൊണ്ടിറക്കിയത് കഴിഞ്ഞ 75-ന് ശേഷം UDF വിജയിച്ചിട്ടേയില്ലാത്ത കോഴിക്കോട് കോർപ്പറേഷൻ എങ്ങനെയെങ്കിലും പിടിക്കുക എന്നുള്ള ഒരു ഭഗീരഥ പ്രയത്നം ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് നമ്മുടെ രമേശ് ചെന്നിത്തലയെ കൊണ്ടുവന്ന് അവിടെ ഇറക്കിയത്. ഇനി കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു രാഷ്ട്രീയ സ്ഥിതിയിലേക്ക് രമേശ് ചെന്നിത്തലയെ നമ്മൾ കാണുന്നത്, അല്ലെ മനസ്സിലാക്കുന്നത്, പല്ല് കൊഴിഞ്ഞു പോയ ഏതോ സിംഹമെന്ന് വിളിക്കാൻ പറ്റില്ല, അതിലും താഴെയുള്ള ഏതെങ്കിലും ഒരു ചെറിയ ജീവി എന്നുള്ള നിലയിലേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ രമേശ് ചെന്നിത്തലയുടെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം, കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ രാഷ്ട്രീയ പ്രാധാന്യം എനിക്ക് തോന്നുന്നു ഒരു കഴിഞ്ഞ ടേമോടുകൂടി 2021 അവസാനിച്ചു. പിന്നീട് രമേശ് ചെന്നിത്തലയ്ക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രാധാന്യമൊന്നും കോൺഗ്രസിനകത്തോ പുറത്തോ ലഭിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. പിന്നെ MLA ആയി നിലനിൽക്കുന്നു എന്ന് മാത്രം, അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു എന്താ പറയുക, ഒരു നിർവാഹക സമിതി അംഗമെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് അദ്ദേഹത്തെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം എന്നതിനപ്പുറത്തേക്ക് വലിയ പ്രാധാന്യമൊന്നും രമേശ് ചെന്നിത്തലയ്ക്ക് കോൺഗ്രസ് പാർട്ടിക്കാർ പോലും കൊടുക്കുന്നില്ല. അദ്ദേഹം MLA ആയിരിക്കുന്നു. MLA ആയിരുന്ന സമയത്ത് VS അച്യുതാനന്ദൻ്റെ നമ്മുടെ വിലാപയാത്ര കടന്നു പോകുന്ന വഴിയിൽ ഹരിപ്പാട് വെച്ച് അദ്ദേഹം അദ്ദേഹത്തിന് അനുശോചനം അർപ്പിക്കാനായി എത്തുന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടുത്തെ MLA ആണ്, അപ്പോൾ ഇങ്ങനെ ഒരു നാടിൻ്റെ നായകൻ കടന്നു പോകുമ്പോൾ ഞാൻ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അന്തിമോപചാരം അർപ്പിക്കാതെ ഞാൻ ഇവിടെ എത്താതിരിക്കേണ്ടത്, ഒരു MLA എന്നുള്ള നിലയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് കുറച്ച് മാധ്യമ ശ്രദ്ധയൊക്കെ ആകർഷിക്കുകയും ഒക്കെ ചെയ്തു. എങ്കിൽ തന്നെയും രമേശ് ചെന്നിത്തല ഇപ്പോഴും ആ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. ഏകദേശം ഒരു ഷഷ്ടിപൂർത്തിയിലേക്കൊക്കെ അടുക്കുന്ന, അല്ലെങ്കിൽ സപ്തതിയിലേക്കൊക്കെ അടുക്കുന്ന ഒരു അവസ്ഥയിലാണ് അദ്ദേഹം എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പം ഇനിയൊരു ബാല്യം അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ ഒരു MLA ആയിരിക്കാനുള്ള പവറൊക്കെ രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോഴും ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ഘട്ടത്തിലേക്ക് രമേശ് ചെന്നിത്തലയെ അടുപ്പിക്കുമോ എന്നുള്ള കാര്യവും ഇപ്പോൾ നിലവിലത്തെ കോൺഗ്രസിൻ്റെ ഒരു ഉൾപാർട്ടി ജനാധിപത്യത്തിനകത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ സാധ്യമായ ഒരു പ്രവണതയല്ല. എങ്കിൽ തന്നെയും താൻ ഇവിടെ ആരെങ്കിലുമൊക്കെ ആണ് എന്ന് ജനങ്ങളെ ബോധിപ്പിക്കേണ്ടത് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ അത്യാവശ്യമുള്ള ചില കാര്യങ്ങളാണ്. അപ്പം അത്തരത്തിലുള്ള ചില ആവശ്യങ്ങളുടെ ഭാഗമായി അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ സർക്കാരിനെതിരായി, സർക്കാരിനെ കൊള്ളിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ്. ഈ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രമേശ് ചെന്നിത്തല ആരോപണങ്ങൾ ഉന്നയിച്ചോളൂ. ആ ആരോപണങ്ങൾ സ്ഥാപിക്കുവാനും ആരോപണങ്ങളെ തെളിവോടുകൂടി അവതരിപ്പിക്കാനും കഴിയുമ്പോഴാണ് ആ ആരോപണങ്ങൾക്കുള്ളിൽ സത്യമുണ്ട് എന്ന് ജനത്തിന് ബോധ്യപ്പെടുന്നത്. അല്ലാത്ത പക്ഷം അതൊക്കെ വെറും ആരോപണങ്ങൾ എന്നുള്ള നിലയിൽ മാത്രമായി അവശേഷിക്കും. ഇത് രമേശ് ചെന്നിത്തലയ്ക്കുള്ളൊരു മുന്നറിയിപ്പായി തന്നെ പറയുന്നതല്ല, ഒരു ഓർമ്മപ്പെടുത്തലായി പറയുന്നതാണ് എന്ന് കരുതിയാൽ മതി. എന്തുകൊണ്ട് മുന്നറിയിപ്പല്ല എന്ന് പറഞ്ഞതെന്ന് നമുക്കറിയാമല്ലോ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇവിടെ നിന്ന് AI ക്യാമറയിൽ അഴിമതി ഉണ്ടെന്നും K-ഫോണിൽ അഴിമതി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് പേര്, അതായത് പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അവിടെയും രമേശ് ചെന്നിത്തലജിക്ക് തിരിച്ചടി ഏറ്റിട്ടാണ് രമേശ് ചെന്നിത്തല തിരിച്ചു വന്നത്. അവിടെയൊന്നും അങ്ങനെ ഒരു പ്രശ്നങ്ങൾ നടന്നിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി കോടതി നിരീക്ഷിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തലയും ശാസിച്ച് പറഞ്ഞു വിടുകയാണ് അന്ന് ഹൈക്കോടതി ചെയ്തത്. അങ്ങനെ വന്ന സാഹചര്യത്തിൽ അതുകൊണ്ടാണ് അതിനെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള തലത്തിലേക്ക് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇനി ഇപ്പോൾ വരുന്നത് സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പം ഇദ്ദേഹം പറയുന്നത് MV ഗോവിന്ദൻ മാഷ് രക്ഷപ്പെടാൻ കഴിയില്ല, ഈ പറയുന്ന പിണറായി വിജയൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല, സർക്കാരിന് രക്ഷപ്പെടാൻ കഴിയില്ല, CPM-ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഈ 3 രക്ഷപ്പെടാൻ കഴിയില്ലകളാണ് ശരിക്കും രമേശ് ചെന്നിത്തല പുതുതായി കൊണ്ടുവെക്കുന്ന ഒരു കാര്യം. എന്താണ് CPM ഇതിനകത്ത് ചെയ്ത തെറ്റ്? സിമ്പിളായി ചോദിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം, എന്താണ് സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് MV ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ചെയ്ത തെറ്റ്? എന്താണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ നിന്നുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്ത തെറ്റ്? എന്താണ് സർക്കാർ ഈ വിഷയത്തിൽ ചെയ്ത തെറ്റ്? ഈ 3 കാര്യങ്ങളുടെയും തെറ്റുകൾ എന്താണ്? അല്ലെ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് അസന്നിഗ്ധമായി അദ്ദേഹം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്ഥാപിക്കുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ പറ്റില്ല എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തേണ്ടത് രമേശ് ചെന്നിത്തലയുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ രമേശ് ചെന്നിത്തല അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല. പകരം രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. തെറ്റല്ലേ അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയുമ്പോൾ MV ഗോവിന്ദൻ മാഷ് എന്താണ്, പാർട്ടിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MV ഗോവിന്ദൻ മാഷ് എന്തെങ്കിലും തെറ്റ് ചെയ്തിരിക്കണം. അതായത് എല്ലാത്തിൻ്റെയും സൂത്രധാരൻ എന്നുള്ള നിലയിൽ നിന്ന് MV ഗോവിന്ദൻ മാഷ് ഉണ്ടായിരിക്കണം. പത്മകുമാർ ചെയ്ത തെറ്റിനെയും N വാസു ചെയ്ത തെറ്റിനെയും MV ഗോവിന്ദൻ മാഷ് പൊതിഞ്ഞു പിടിച്ചിട്ടുള്ള ഒരു സാഹചര്യമുണ്ടെങ്കിൽ MV ഗോവിന്ദൻ മാഷിന് രക്ഷപ്പെടാൻ കഴിയില്ല.
ലാസ്റ്റ് നിമിഷം പോലും എം വി ഗോവിന്ദൻ പറഞ്ഞ എന്താണ്? ഗോവിന്ദൻ മാഷ് പറഞ്ഞത് ഇവിടെ ഒന്നും പാർട്ടി സംരക്ഷിക്കില്ല, കുറ്റക്കാരെ ആരെയും പാർട്ടി സംരക്ഷിക്കില്ല, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, അതിൽ ആര് കുറ്റക്കാരാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഇത് തന്നെയല്ലേ എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ടുള്ളത്? ഇനി മുഖ്യമന്ത്രിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, മുഖ്യമന്ത്രിയും പറഞ്ഞ് ഇതേ വാചകങ്ങൾ തന്നെയല്ലേ SITയുടെ അന്വേഷണം വന്നപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അന്വേഷണത്തോട് സഹകരിക്കില്ല എന്ന് മുഖ്യമന്ത്രി എപ്പോഴെങ്കിലും ഒരു വാക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് മുഖ്യമന്ത്രി ഇതിൽ കുറ്റക്കാരനാവുകയും മുഖ്യമന്ത്രി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ള രീതിയിലേക്ക് വരുന്നത്? അപ്പോൾ അതും തെറ്റാണ്. ഇതാണ് പറയുന്നത്. CPM എന്ന് പറയുന്ന പാർട്ടി, എം വി ഗോവിന്ദൻ മാഷ്, സംസ്ഥാന സർക്കാർ, മുഖ്യമന്ത്രി ഇവരൊക്കെ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഇതിനകത്ത് കുറ്റം ചെയ്തവർ മാത്രം ശിക്ഷിക്കപ്പെടും. അത് എത്ര ഉന്നതനാണെങ്കിലും. ഇപ്പോഴും എല്ലാവരും, അതായത് എം വി ഗോവിന്ദൻ മാഷ് അടക്കം, അത് മുഖ്യമന്ത്രി അടക്കം പറയുന്നത് എത്ര ഉന്നതനാണെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശബരിമല അയ്യപ്പൻ്റെ സ്വർണം പാളി മോട്ടിച്ചുകൊണ്ട് പോയത് ആരാണെന്ന് വെച്ചാൽ കൃത്യമായി ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്തിരിക്കും. ഇനി അടുത്തത്, മുഖ്യമന്ത്രിയുടെ മൗനം ദുരൂഹമാണ്. ഈ പറയുന്ന പോലെ VD സതീശനെ പോലെ രാവിലെ ഒന്ന്, ഉച്ചയ്ക്കൊന്ന്, വൈകിട്ടൊന്ന് എന്ന് മരുന്ന് കഴിക്കുന്ന പോലെ പത്രസമ്മേളനം നടത്തി മുഖ്യമന്ത്രി എന്താണ് പറയേണ്ടത് അതും കൂടി പറ. അന്വേഷണത്തിൽ യാതൊരു തെറ്റുമുണ്ട് എന്ന് ഈ പറയുന്ന രമേശ് ചെന്നിത്തലയും പറയുന്നില്ല. അന്വേഷണം ശരിയായ ദിശയിലല്ല നടക്കുന്നത്, അങ്ങനെ പറയാൻ പറ്റില്ല. അതിൻ്റെ അന്വേഷണത്തിന് വെങ്കടേഷ് എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥന് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് രമേശ് ചെന്നിത്തല ഇവിടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം അതിനകത്ത് കള്ളക്കളി കളിക്കുന്നു എന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് മൗലികമായും ധാർമ്മികമായും പറയാൻ അവകാശമില്ല. തന്നെയുമല്ല, എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ അന്വേഷണം ശരിയായ ദിശയിലല്ല നടക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞാൽ അത് കോടതി ലക്ഷ്യമാവും. കാര്യം എന്താ? ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഹൈക്കോടതിക്ക് ഇതുവരെ തോന്നാത്ത കാര്യം എങ്ങനെ രമേശ് ചെന്നിത്തലയ്ക്ക് തോന്നി എന്ന് കോടതിക്ക് സ്വാഭാവികമായി സംശയം തോന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് അന്വേഷണത്തിൽ തെറ്റുണ്ടെന്ന് അദ്ദേഹം പറയുന്നില്ല. അതേസമയം മുഖ്യമന്ത്രിയുടെ മൗനം ദുരൂഹമാണ് എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി മൗനമായിരിക്കുന്ന മുഖ്യമന്ത്രി VD സതീശനെ പോലെ നാഴികയ്ക്ക് 40 വട്ടം പത്രസമ്മേളനം വിളിക്കാൻ പറ്റുമോ? അത് പറ്റുന്ന കാര്യമൊന്നുമല്ല. മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്താലും ഇല്ലെങ്കിലും ഈ പറയുന്ന VD സതീശൻ പത്രസമ്മേളനം വിളിച്ചിരിക്കും. അപ്പം രമേശ് ചെന്നിത്തല ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഒതുങ്ങിക്കൂടി നടക്കുന്നതെങ്കിലേ ഉള്ളൂ. കാരണം മറ്റാരും സപ്പോർട്ട് ചെയ്യാനില്ലാത്തതുകൊണ്ട് ആ ഒരു അവസ്ഥയെ കഴിയുന്നു, അത്രമാത്രം. അല്ലെ രമേശ് ചെന്നിത്തല ഈ പറയുന്ന പോലെ നാഴികയ്ക്ക് 40 വട്ടം പത്രസമ്മേളനം വിളിച്ച് നടക്കും. മുഖ്യമന്ത്രിക്ക് അതിന് പറ്റില്ല. മുഖ്യമന്ത്രിക്ക് ഇത്തരം വിഷയങ്ങളിൽ മുഖ്യമന്ത്രി തുടക്കത്തിൽ തന്നെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞതാണ്. എല്ലായ്പ്പോഴും നിലപാട് പറയേണ്ട ആവശ്യം എന്താണ്? എല്ലായ്പ്പോഴും മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി പറയേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായി മാധ്യമങ്ങളെ വിളിച്ച് പറയുന്നുണ്ട്. ആ സമയത്ത് ഉയരുന്ന ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായ മറുപടിയും മുഖ്യമന്ത്രി കൊടുക്കുന്നുണ്ട്. അന്വേഷണവുമായി ബന്ധപ്പെട്ട് എല്ലാ തരത്തിലും സർക്കാർ സഹകരിക്കും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. അതിൽ കുറ്റക്കാർക്ക് എതിരെ നടപടിയെടുക്കുന്നതിൽ പാർട്ടി ആരെയും സംരക്ഷിക്കില്ല എന്നുകൂടി വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഇത് എന്നും കുന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? അറസ്റ്റ് നടക്കുന്ന സമയത്ത് വാസുവിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് മുഖ്യമന്ത്രി വാസുവിനെ സംരക്ഷിക്കില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പത്മകുമാറിനെ സംരക്ഷിക്കില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ മുഖ്യമന്ത്രി വന്ന് പറയുകയാണ് ഞങ്ങൾ ഇതിനകത്തൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയേണ്ട ആവശ്യവും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അവിടെ അതിനേക്കാൾ പ്രാധാന്യമുള്ള, അതായത് ഇത്തരത്തിലുള്ള പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്കപ്പുറം പ്രാധാന്യമുള്ള വിഷയങ്ങളിലേക്കാണ് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ പോകുന്നത്. ജനോപകാരപ്രദമായ കാര്യങ്ങളിലേക്ക് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ പോകുന്നത്. അതുകൊണ്ട് അതിനകത്തും യാതൊരു ഇതുമില്ല. ഇനിയും പറയുന്നു, ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ എല്ലാ CPMകാർക്കും സ്വർണത്തോട് ഭയങ്കര താല്പര്യമാണ്. ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ് സ്വർണ്ണക്കള്ളക്കടത്തുണ്ടായത് സ്വപ്ന സുരേഷിൻ്റെ നേതൃത്വത്തിൽ. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ഈ പറയുന്ന അയ്യപ്പൻ്റെ സ്വർണം അടിച്ചുകൊണ്ട് പോയത്. ഇതിൽ വളരെ സിമ്പിളായിട്ട് ചോദിക്കുകയാണ്. അപ്പം അതിനുള്ള ഉത്തരവും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, രമേശ് ചെന്നിത്തല പറഞ്ഞു കഴിഞ്ഞു. BJP CPM ഡീല്, ഇതിൻ്റെ പുറത്ത് ആ കേസ് അവസാനിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒറ്റ ചോദ്യമാണ്, അതായത് പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വപ്ന സുരേഷ് നടത്തിയ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രതിസ്ഥാനത്തേക്ക് വരാനുള്ള എന്ത് തെളിവുകളാണ് രമേശ് ചെന്നിത്തലയുടെ കയ്യിലുള്ളത്? ഇത് അങ്ങനെയാണെങ്കിൽ ഇതിന് കോടതി ചലഞ്ച് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ED അന്വേഷണത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറയാൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞു. അപ്പോഴും രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചുകൊണ്ട് മാറി നിൽക്കുകയല്ലേ ചെയ്തത്. അതായത് എന്താണ് ആ രാഷ്ട്രീയ ആരോപണം എന്ന് ചോദിച്ചാൽ കൃത്യമാണ് ആ രാഷ്ട്രീയ ആരോപണം. BJPയും CPMും തമ്മിലുള്ള ഡീലിൻ്റെ ഭാഗമായി കേസ് അവസാനിച്ചു കഴിഞ്ഞു.
ഈ പറയുന്ന സ്വപ്ന സുരേഷ് നടത്തിയ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊടുക്കാൻ വേണ്ട അല്ലെങ്കിൽ സർക്കാരിനെ താഴെയിടാൻ പറ്റിയ തെളിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വളരെ സിമ്പിളായി സുപ്രീം കോടതിയെ വരെ സമീപിക്കാം. ആ തെളിവുകളുമായി പോയാൽ മാത്രം മതിയായിരുന്നു. സുപ്രീം കോടതി നേരിട്ട് അന്വേഷണം നടത്തിയേനെ. എന്നിട്ട് എന്തുകൊണ്ട് പോയില്ല? മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റക്കാരനാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ പോകാമായിരുന്നല്ലോ. എന്നിട്ടും പോയില്ല. പിന്നീട് ഇതിനെ രാഷ്ട്രീയമായി അതിനെ ദുർവ്യാഖ്യാനം ചെയ്തു. അതായത് ED അന്വേഷണം അവസാനിപ്പിച്ചത് BJP CPM ഡീലുള്ളത് കൊണ്ടാണ് എന്നുള്ള ഒരു വെർഷൻ അവിടെ ഉണ്ടാക്കി വെക്കുക മാത്രമാണ് ശരിക്കും രമേശ് ചെന്നിത്തലയെ പോലുള്ള നേതാക്കന്മാരും VD സതീശൻ അടക്കമുള്ള നേതാക്കന്മാരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ അങ്ങനെ ഒരു ഡീൽ ഉണ്ടെന്ന് പോലും തെളിയിക്കാൻ ഈ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വ്യക്തം. പിന്നെ ഈ സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തട്ടെ. ഒരു ടൈം ഫ്രെയിം വെച്ചിട്ടുണ്ടല്ലോ, അതിന് ഡെഡ് ലൈൻ വെച്ചിട്ടുണ്ട്. ഇത്ര നാളിനകത്ത് അന്വേഷണം പൂർത്തിയാക്കി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ളതാണ് ഹൈക്കോടതി ഉത്തരവ്. അതങ്ങനെ നടന്നു പോകും. ഭക്തന്മാർക്ക് ക്യൂ നിൽക്കേണ്ട സാഹചര്യം സ്വാഭാവികമാണ്. അതിൽ പിന്നെ ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. എന്താണ് അതിൻ്റെ അടിസ്ഥാനം? അപ്പോഴും പറയും യുവതീ പ്രവേശനം സംസ്ഥാന സർക്കാരോ ഇടപെട്ടുകൊണ്ട് പുറത്തേക്ക് വിട്ട ഒരു ഉത്തരവായിരുന്നോ? അല്ല, അത് സുപ്രീം കോടതിയുടെ ഉത്തരവായിരുന്നു. ആ സുപ്രീം കോടതി ഉത്തരവ് അത് ഈ LDF ഭരിച്ചാലും UDF ഭരിച്ചാലും അത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? അതത് സർക്കാരുകൾക്കുണ്ട്. അത് ഇനിയിപ്പം UDF ഭരിച്ചിരുന്നാലും ഞങ്ങൾ ഹൈക്കോടതിയെ അല്ല സുപ്രീം കോടതിയുടെ ഉത്തരവിനെ ഞങ്ങൾ നിരസിക്കുന്നു എന്ന് തൻ്റെ ഇടത്തോടെ പറയാൻ ഈ രമേശ് ചെന്നിത്തല ഭരിച്ചിരുന്നെങ്കിൽ കഴിയുമായിരുന്നോ? ഇല്ല. അപ്പോൾ യുവതീ പ്രവേശനം സംസ്ഥാന സർക്കാർ, അതായത് പിണറായി വിജയൻ സർക്കാർ മനഃപൂർവ്വം കരുതിക്കൂട്ടി കെട്ടിച്ചമച്ച ഒന്നായിരുന്നോ? അല്ല, സുപ്രീം കോടതിയുടെ ശക്തമായ വിധി തന്നെയായിരുന്നു അത്. അപ്പോഴും അവിടെ ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചില്ലല്ലോ. അവിടെയും സർക്കാർ ഇവിടുത്തെ ആചാരങ്ങൾക്കനുസൃതമായി തന്നെയാണ് പ്രവർത്തിച്ചത്. അല്ല എന്ന് പറയാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിയുമോ? ഇല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ ഭക്തന്മാർക്ക് ക്യൂ നിൽക്കേണ്ട സാഹചര്യം ശബരിമലയിൽ എല്ലാ കാലത്തും ക്യൂ ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാലഘട്ടത്തിലും ക്യൂ ഉണ്ടായിട്ടുണ്ട്. അതിനെ കൃത്യമായി കൺട്രോൾ ചെയ്ത് ഒരു സ്റ്റാമ്പേഡ് ഉണ്ടാകാത്ത രീതിയിൽ അതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങൾ തെളിയിക്കുന്നതെല്ലാം. അത് UDF ഭരിക്കുന്ന കാലത്ത് അപ്പോൾ ഭക്തന്മാരുടെ എണ്ണം കുറവായിരുന്നോ ക്യൂ ഉണ്ടാകാതിരിക്കാൻ? അല്ല, UDF ഭരിക്കുന്ന കാലഘട്ടത്തിലും ഭക്തന്മാരുണ്ടായിരുന്നു. ഓരോ വർഷം കഴിയുന്തോറും ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. ശബരിമലയിലെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിലേക്ക് ശ്രദ്ധ ചെലുത്താൻ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിലേക്ക് ഒരു സമ്മർദ്ദം ചെലുത്താൻ 2014 വരെയുള്ള സമയങ്ങളിൽ UPA സർക്കാർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും ഈ UDF ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരോ അതല്ലെങ്കിൽ AK ആന്റണിയോ ശ്രമിച്ചിരുന്നോ? അന്നും ശബരിമല ഉണ്ടായിരുന്നു. ശബരിമലയിൽ ആളുകൾ നിരന്തരം എത്തിക്കൊണ്ടിരുന്ന നിരവധി അയ്യപ്പന്മാർ എത്തിക്കൊണ്ടിരുന്ന ഒരു ആരാധനാലയം തന്നെയാണ് ശബരിമല. ആ സമയത്തും ഈ പറയുന്ന നിരവധിയായ ബുദ്ധിമുട്ടുകൾ അയ്യപ്പ ഭക്തന്മാർ നേരിട്ടിരുന്നു. 14 മണിക്കൂർ വരെ ക്യൂ നിന്ന അനുഭവങ്ങൾ പലർക്കുമുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ എപ്പോഴെങ്കിലും ഒരു ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ടോ? അപ്പോഴും ഉണ്ടായിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് ഏതർത്ഥത്തിലാണ് പറയുന്നത് സംസ്ഥാന സർക്കാർ ഇവിടെ നിന്നുകൊണ്ട് ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ 18 MP-മാരുള്ള ഒരു UDF-ൻ്റെ വളരെ പ്രാധാന്യമുള്ള 18 MP-മാരുണ്ട് UDF-നെ പോലെ ഒരു പാർട്ടിക്ക് എന്തുകൊണ്ടാണ് അവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വനഭൂമി ഏറ്റെടുക്കാൻ വേണ്ട അനുമതി സംസ്ഥാനത്തിന് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്? ഇവിടെ പത്തനംതിട്ടയിലെ MP ആണല്ലോ ആൻ്റോ ആൻ്റണി. ആരാണത്? അത് UDF-കാരനല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നീക്കം ഇതുവരെയായി നടത്താഞ്ഞത്? ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത അനുയായി തന്നെയല്ലേ KC വേണുഗോപാൽ എന്ന് പറയുന്ന MP? എന്തുകൊണ്ട് ഒരു നീക്കം നടത്തിയിട്ടില്ല ഇതുവരെ? അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്യില്ല, അത്തരം കാര്യങ്ങളൊന്നും ഞങ്ങളെ ഇടപെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറി നടക്കുന്ന ഒരു ഗ്രൂപ്പായി UDF മാറിക്കഴിഞ്ഞിരിക്കുന്നു. കേവലം രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്ന ഒരു ഗ്രൂപ്പായി മാത്രം UDF മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാനേ തരമുള്ളൂ. അല്ലാതെ സർക്കാരിനെ ഒരു അർത്ഥത്തിൽ അതിൻ്റെ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടോ അറ്റ്ലീസ്റ്റ് കേരളക്കാരൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടോ സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ഇവിടുത്തെ UDF-ന് താല്പര്യമേയില്ല. ജനോപകാരപ്രദമായ ഒരു പദ്ധതികളിലും ഞങ്ങളുടെ കയ്യൊപ്പ് വീഴരുത്, അല്ലെങ്കിൽ ഞങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകരുത് എന്ന് ശക്തമായി വാദിക്കുന്നവരായി UDF-കാർ അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കൃത്യമായ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അല്ലാതെ വേറെ ഒന്നുമില്ല അവിടെ. അപ്പോൾ പിന്നെ രമേശ് ചെന്നിത്തല ജി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മുഖവിലയ്ക്ക് എടുത്തുകൊണ്ടാണ് ഇതിനെ പറയുന്നത്.
അപ്പോൾ ചെന്നിത്തലാജി പറയുന്ന ചില കാര്യങ്ങൾക്ക് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. രമേശ് ചെന്നിത്തലാജി പകുതി മാത്രം പറയുന്നത് തെറ്റാണ്. അപ്പോൾ ഏതൊരു കാര്യവും അടിസ്ഥാനരഹിതമായി കാര്യങ്ങൾ ഉന്നയിക്കരുത്. ഇപ്പോൾ BJP CPM ഡീല് നടക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ആ BJP CPM ഡീല് നടന്നതിൻ്റെ ഗുണം LDFന് CPMന് കിട്ടുകയും അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഈ ഗുണഭോക്താക്കൾ BJPയോ CPMോ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം പറയാൻ കഴിയുമോ? അത് പറഞ്ഞേ പറ്റൂ. കാരണം തൃശ്ശൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ KPCCയുടെ ഉപസമിതിയായിരുന്ന KC ജോസഫും T സിദ്ദിഖും ചന്ദ്രശേഖരനും ഒക്കെ നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞത് എന്താണ്? BJP CPM ഡീലെന്നായിരുന്നോ അതോ BJP കോൺഗ്രസ് ഡീലെന്നായിരുന്നോ തെളിഞ്ഞത്? എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മുരളീധരൻ തൃശ്ശൂരിൽ മത്സരിച്ചപ്പോൾ വരാതിരുന്നത്? അപ്പോൾ അത് ആര് തമ്മിലുള്ള ഡീലായിരുന്നു? രാഹുൽ ഗാന്ധി വരും എന്ന് പരക്കെ പറഞ്ഞിരുന്നു. MM ഹസൻ പോലും അന്ന് അധ്യക്ഷ സ്ഥാനത്തുണ്ടായിരുന്ന MM ഹസൻ പോലും തൃശ്ശൂരിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല മുരളീധരൻ മത്സരിച്ചപ്പോൾ. എന്തായിരുന്നു കാരണം? ആ കാരണവും ഇതേ ഡീലിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതാണോ എന്നുള്ള കാര്യം ഇപ്പോൾ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അടിസ്ഥാനരഹിതമായിട്ടല്ല പറയുന്നത്. ഇത് നമുക്ക് വ്യക്തമായി ഈ അന്വേഷണത്തിൽ നിങ്ങളുടെ സമിതി, അതായത് KPCCയുടെ ഉപസമിതി നടത്തിയ അന്വേഷണത്തിനൊടുക്കം കിട്ടിയ ചില റിസൾട്ടുകളാണ്, അതിൻ്റെ റിപ്പോർട്ടുകളാണ് പറയുന്നത്. അപ്പോൾ അതിനെതിരെ എന്തുകൊണ്ടാണ് ജോസ് വള്ളൂരിനെതിരെ പോലും നടപടി ഉണ്ടായത് KPCCയിൽ DCCയിൽ? അപ്പോൾ അതിന് കാരണവും എന്ത് തന്നെയാണ്? ഇതേ ഡീൽ അവിടെ വർക്ക് ചെയ്തു. മുരളീധരനെ തോൽപ്പിക്കുകയും അവിടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന BJP നേതാവിനെ വിജയിപ്പിക്കുകയും ചെയ്തു. ആരുടെ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായിരുന്നു? അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഡീല് ആരൊക്കെ തമ്മിലാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? സ്വാഭാവികമായും പൊതുജനത്തിൻ്റെ ഇടയിലേക്ക് അങ്ങനെ ഒരു ചിന്ത പോകേണ്ടതല്ലേ? തീർച്ചയായും അതെ. അപ്പോൾ രമേശ് ചെന്നിത്തലാജി ഇനിയെങ്കിലും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതിൻ്റെ തെളിവുകൾ അടക്കം പുറത്തു കൊണ്ടുവരുന്ന രീതിയിൽ, അല്ലെങ്കിൽ തെളിവുകൾ മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കൂ. ഹൈക്കോടതി പറയുന്ന കാര്യം അത് തന്നെയല്ലേ രമേശ് ചെന്നിത്തലാജിയോട്? ഏത് കേസിലാണ്? ഫോണിലും AI ക്യാമറയിലും പറഞ്ഞിരുന്നില്ലേ? നിങ്ങൾ തെളിവുകൾ ഹാജരാക്കിക്കൊണ്ട് സംസാരിക്കൂ. അല്ലാതെ മാധ്യമങ്ങളുടെ 10 മൈക്ക് കാണുമ്പോൾ അവിടെ പോയി നിന്നുകൊണ്ട് എന്തും വിളിച്ചു പറയാം എന്ന് പറയുന്ന നിങ്ങളുടെ ഈ ന്യായമുണ്ടല്ലോ, അതൊരു മാതിരി വൃത്തികെട്ട ന്യായമാണ്. ഈ വൃത്തികെട്ട ന്യായം കൊണ്ട് തന്നെയാണ് പണ്ട് കരുണാകരനെ പുറത്താക്കാൻ നിങ്ങൾ കാണിച്ച അതേ ആവേശത്തിൽ നിങ്ങളുടെ കൂടെ നിന്നവർ ശ്രമിച്ചത്. നിങ്ങളുടെ കൂടെ നിങ്ങളെ ഒരാളെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ് അബിൻ വർക്കി എന്ന് പറയുന്ന ഒരാൾ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ എല്ലാ ഭരണഘടനകളെയും വെട്ടിനിരത്തിക്കൊണ്ട് അബിൻ വർക്കിയെ ഇന്ന് വലിച്ച് പുറത്തിട്ടിരിക്കുന്നത്. ഇവിടുന്ന് പറഞ്ഞങ്ങ് വിട്ടില്ലേ ദൂരേക്ക്, അങ്ങ് കേന്ദ്രത്തിലേക്ക് പൊക്കോളാനല്ലേ പറഞ്ഞു വിട്ടത്. കേരളത്തിൽ നിന്ന് പേര് വെട്ടിക്കളഞ്ഞു അബിൻ വർക്കിയുടെ. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടായി നിങ്ങളെ, അതായത് രമേശ് ചെന്നിത്തലാജിയെ സപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്ന ഒറ്റ കാരണം കൊണ്ടാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇവിടെ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകൻ്റെ കാലം ഏറെക്കുറെ കഴിഞ്ഞിരിക്കുന്നു. ഇനി UDF അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ പറ്റിയാൽ ഒരു മന്ത്രിയായി എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടാം എന്നതിനപ്പുറത്തേക്ക് യാതൊരു പ്രാധാന്യവും ഇല്ലാത്ത ഒരു നേതാവായി ചെന്നിത്തലാജി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത സത്യത്തിൽ നിങ്ങളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.